ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു അന്നല്ല ഇത് ജനങ്ങളുടെ ഇപ്പം നമ്മൾ ചർച്ച ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് എയിംസിനെ ഉറപ്പായിട്ടും ഉണ്ടാവും. എയിംസ് ഉണ്ടാവും, പുലിക്കളി ഉണ്ടാവും, ESI എയിംസ് ഉണ്ടാവും, ലേബറേഴ്സിന്റെ എയിംസ് ഉണ്ടാവും. ഞാൻ വിടില്ല സർ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, രാഷ്ട്രീയക്കാരനായിട്ടാ ചോദിച്ചത്. കേരള ബഡ്ജറ്റ് വന്നു, തൃശ്ശൂരിന് എന്ത് തന്നു, കാസർഗോഡിന് എന്ത് തന്നു? ഉണ്ടായിരുന്നോ? ഇനി ഈ പറയുന്ന വന്ദേ ഭാരത് ഏത് ബഡ്ജറ്റിലാ പറഞ്ഞത്? ഏത് ബഡ്ജറ്റിൽ പറഞ്ഞു? റെയിൽവേക്ക് സംക്ഷിപ്തമായി ഇത്ര, അത് ഇന്ത്യൻ റെയിൽവേക്കാണ്. അതിൽ നിന്നാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്, അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന റെയിൽവേയുടെ നിക്ഷേപങ്ങൾ. ഇനി ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പറഞ്ഞ നമ്മുടെ 3 വരിയും 4 വരിയും പാത കൺവേർഷനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞില്ല. തേങ്ങയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ 2021 1 കോടി കുറ്റിയാടി തെങ്ങ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു MP എന്ന നിലയ്ക്ക് കേരളം മുഴുവൻ 14 ജില്ലയിലും പോയി തെങ്ങ് വെച്ച് പിടിപ്പിച്ചതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഇന്ന് നമുക്ക് 1 കോടിയുടെ സ്ഥാനത്ത്, ഞാൻ അങ്ങനെയാ പ്രതീക്ഷിച്ചത്, 1 കോടിയുടെ സ്ഥാനത്ത് 5 കോടി തെങ്ങുണ്ടെങ്കിൽ നമുക്കിന്ന് ഏതാണ്ട് 1500 കോടിയുടെ ടാക്സ് ഇല്ലാത്ത, GST ഇല്ലാത്ത വരുമാനമാണ് കേരളത്തിന് ഉണ്ടാകുമായിരുന്നത്. 9ാം വർഷം നമുക്ക് പൂർണ്ണ വിളവെടുപ്പാണ് കുറ്റ്യാടി തെങ്ങിന്. ഇതിനുള്ള പദ്ധതിയാണ്. നമുക്ക് ഒരു ചെലവും ഇല്ലാത്ത കാര്യമാണ്. എല്ലാ വീടുകളും 1 or 2 തെങ്ങ് വെക്കാമെന്ന് തീരുമാനിച്ചാൽ മതി. ഇനി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കും, കേരളത്തിൽ ഇപ്പോഴും തെങ്ങ് മുറിക്കാൻ നിൽക്കുന്ന കർഷകരാണുള്ളത്. തമിഴ്നാട്ടിൽ ചെന്ന് നോക്കൂ. പന ഇല്ലാതാവുന്നതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി സ്റ്റാലിൻ മന്ത്രിസഭ പന കശാപ്പ് നിരോധിച്ചിരിക്കുകയാണ്. പന മുറിക്കാനൊക്കത്തില്ല അവിടെ. പന വളർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് പനനാടെന്നൊന്നും അല്ല പേര്. കേരളം അങ്ങനെയല്ല, കേരളത്തിന്റെ നാടാണ്. കേരളത്തിന് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചു. അതൊരു സൂചനയായിട്ടെങ്കിലും എടുത്തുകൂടായിരുന്നു. 2021 3 കോടി അല്ലെങ്കിൽ 3.25 കോടി പൗരന്റെ എണ്ണം വെച്ച് തന്നെ നിങ്ങൾ വെച്ച് നോക്കൂ. 3.25 കോടി തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഒരു ഒഴിക്ക് 20 തേങ്ങ, അങ്ങനെ 6 ഒഴിയോളം കിട്ടും നമുക്കൊരു വർഷം. ഒരു ഒഴി മിസ്സാവും, കന്നിക്കൂരി എന്ന് പറഞ്ഞു അല്ലേ? കന്നിമാസത്തിലെ ഒഴി നമുക്ക് കിട്ടത്തില്ല, വളരെ ശോഷിച്ചതായിരുന്നു. ബാക്കി 6 ഒഴി എന്ന് പറയുമ്പോൾ 120 തേങ്ങ. ഇത് മിനിമമാണ് ഞാൻ പറയുന്നത്. ഇന്ന് 30 40 50 പറയുന്ന കേരളത്തിന്റെ മണ്ണിൽ വിളയുന്ന തേങ്ങയുടെ ഉൾക്കരുത്ത് ലോകത്ത് വേറെ എവിടെയുമില്ല. ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. മറ്റൊരു സംസ്ഥാനത്തിനെയും ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ കൊപ്ര കേണൽ അല്ലെങ്കിൽ കോക്കനട്ട് കേണലിന്റെ മസിൽ, അതിന്റെ ഫൈബർ, അതിന്റെ omega-3 omega-6 ക്വാളിറ്റീസ് മറ്റ് ഒരു സംസ്ഥാനത്തിലും വിളയുന്ന കാണും. ഗോവയിൽ കാണും, മഹാരാഷ്ട്രയുടെ വടക്കൻ മേഖല അവിടെ കാണും, കടലോരങ്ങളിൽ. ഇങ്ങനെ വളരെ അപൂർവങ്ങളായ പ്രദേശങ്ങളുടെ മണ്ണ് മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ആരോഗ്യ കാരണങ്ങളാൽ ഒരു കാലത്ത് പുറന്തള്ളപ്പെട്ടിരുന്ന തേങ്ങയുടെ മൂല്യം എന്താണെന്ന് നരേന്ദ്രമോദിക്കും നിർമ്മലാ സീതാരാമനും മനസ്സിലായി. അവരുടെ അറിവിന്റെ ശേഖരണം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്കും മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾക്ക് അതിനി മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ പിന്തിരിപ്പൻ രാഷ്ട്രീയ നയങ്ങൾ ഞങ്ങളിത് മനസ്സിലാക്കില്ല എന്ന് നിശ്ചയിച്ചാൽ ഈ മണ്ണിന് നിയന്ത്രിക്കാൻ അവർക്ക് അവകാശമില്ല എന്നാണ് എൻ്റെ പക്ഷം.